15 മാസം നീണ്ട രക്തച്ചൊരിച്ചിലുകൾക്ക് അറുതി വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗാസ വെടിനിർത്തൽ കരാർ ഉടൻ പ്രാബല്യത്തിൽ വരും. 3 ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തലിന്റെ 6 ആഴ്ച നീണ്ട ആദ്യഘട്ടം ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങും. അതേസമയം എപ്പോൾ വേണമെങ്കിലും യുദ്ധം പുനരാരംഭിക്കാമെന്ന ഭീഷണിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ഗാസയിൽ വെടിനിർത്തലിനും ബന്ദികളുടെ കൈമാറ്റത്തിനുമുള്ള ഇസ്രായേൽ ഹമാസ് കരാർ യാഥാർത്ഥ്യമാവുകയാണ്. ജനുവരി 15-ന് പ്രഖ്യാപിക്കപ്പെട്ട കരാർ ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് നടപ്പാകുന്നത്. ഇതോടെ 471 ദിവസം നീണ്ട ഗാസ യുദ്ധത്തിന് താത്കാലികമായെങ്കിലും വിരാമമാകുമെന്നാണ് പ്രതീക്ഷ. ഹമാസിന്റെ പിടിയിലുള്ള 33 ബന്ദികളുടെ മോചനം, ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം, വടക്കൻ ഗാസയിലേക്ക് കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് മടങ്ങാനുള്ള അവസരം, വർദ്ധിച്ച മാനുഷിക സഹായം എന്നിങ്ങനെയാണ് ആദ്യഘട്ടം നിർദ്ദേശിക്കുന്നത്. ആദ്യ ദിനം ഹമാസ് മോചിപ്പിക്കുന്ന 3 ബന്ദികൾ സ്ത്രീകളാണെന്നാണ് റിപ്പോർട്ട്. ഇവരുടെ പേർവിവരങ്ങൾ കൈമാറുന്നതിൽ കാലതാമസമുണ്ടായതിനെ തുടർന്ന് കരാറിൽ അനിശ്ചിതത്വം രൂപപ്പെട്ടിരുന്നു. ബന്ദികളുടെ വിവരങ്ങൾ ലഭ്യമാകാതെ കരാറുമായി മുന്നോട്ടു നീങ്ങില്ലെന്നും നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം സാങ്കേതിക കാരണങ്ങളാണ് കാലതാമസത്തിന് കാരണമെന്നാണ് ഹമാസിന്റെ പ്രതികരണം. ബന്ദികളെ കൈമാറുന്ന മാർഗം സംബന്ധിച്ചും അവ്യക്തത തുടരുകയാണ്. വടക്കൻ, മധ്യ, തെക്കൻ ഗാസ അതിർത്തികളിലായി 3 വ്യത്യസ്ത കേന്ദ്രങ്ങൾ കൈമാറ്റത്തിനായി ഇസ്രായേൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹമാസിൽ നിന്ന് റെഡ് ക്രോസിലേക്കായിരിക്കും ബന്ദികളെ കൈമാറുകയെന്നാണ് ലഭ്യമായ വിവരം. ഇന്ന് 3 പേർക്ക് പകരം 30 വീതം പാലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം വെടിനിർത്തലിന്റെ 16-ാം ദിനം നടക്കാനിരിക്കുന്ന 2ാം ഘട്ട ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഹമാസിനെതിരായ യുദ്ധം പുനരാരംഭിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.